അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ റെസിപ്പിയാണ് കേട്ടോ. ആണോ? അപ്പൊ ഞാൻ ആദ്യമായിട്ടാ മത്തങ്ങ കൊണ്ട് പാൻ കേക്ക് ഉണ്ടാക്കാന്ന് കേട്ടത്. അല്ലാതെയും പറ്റുമോ എന്നെ അങ്ങനെ പൂച്ചിക്കല്ലേ? രുചി എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ റെസിപ്പിയാണ് കേട്ടോ. ആണോ? സബ്സ്ക്രൈബർ പറഞ്ഞതാ അല്ലേ? ലിൻസി ജോർജ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞാണ്. ഞാൻ ഇച്ചിരി മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. എന്റേതായ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്യാൻ പോണേ. പക്ഷെ ഐഡിയ പറഞ്ഞു തന്നത് നമ്മുടെ ഈ സബ്സ്ക്രൈബറാ. അപ്പൊ താങ്ക് യു സോ മച്ച്. എന്നാ ചെയ്യാൻ പോണേന്ന് അമ്മയ്ക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു സാധനം. ഒട്ടും പരിചിതമില്ല. മത്തങ്ങ കൊണ്ട് നിങ്ങൾ എന്തൊക്കെയാ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള വിഭവം എന്ന് ചോദിച്ചപ്പോ ഒരാൾ എഴുതിയിട്ടുണ്ടായിരുന്നു മത്തങ്ങ പാൻ കേക്ക് ആണ് ഏറ്റവും ഇഷ്ടം. അതാണ് നമ്മുടെ ഈ സബ്സ്ക്രൈബർ പറഞ്ഞത്. അപ്പൊ ഞാൻ ആദ്യമായിട്ടാ മത്തങ്ങ കൊണ്ട് പാൻ കേക്ക് ഉണ്ടാക്കാന്ന് കേട്ടത്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ എനിക്ക് മെത്തേഡൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ അതനുസരിച്ച് പിന്നെ നിന്റെ രീതിയിൽ കൂടെ കുറച്ച് സംഗതികൾക്ക് മാറ്റം വരുത്തി ചെയ്യാൻ പോകണം. അതെ അതെ അതെ. അപ്പൊ ഇവള് വീഡിയോ എടുക്കണോണ്ട് ഞാനാണ് ചെയ്യണത്. അപ്പൊ എന്നോട് ഇത്രയും സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞ് അവൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ മെയിൻ താരം കുറച്ച് മത്തങ്ങ അരിഞ്ഞിട്ട് സ്വല്പം വെള്ളത്തിൽ നമ്മൾ വേവിച്ചെടുത്ത അവിൽ വേവിച്ചു കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് വെന്ത് കിട്ടൂല. അതുകൊണ്ട് സമയം ഇച്ചിരി ലേറ്റ് ആയി. അത് കാരണം വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്താണ്. വെള്ളം ഊറ്റിയിട്ട് വന്നിട്ട് സ്വല്പം വെള്ളം ഒഴിച്ചായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളൊരു പൊടി മധുരത്തിന് വേണ്ടി ഇച്ചിരി ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പാല് ചേർക്കണുണ്ട്. പിന്നെ സിനമൺ പൗഡർ സ്വല്പം ചേർക്കും, ഓട്സ് ചേർക്കും, ഒരു മുട്ട ചേർക്കും, ഒരു ഞാലിപ്പൂവൻ പഴം. ഇത്രയാണ് നമ്മൾ ചേർക്കണത് കേട്ടോ. അപ്പൊ ഓരോന്നെ മിക്സിയിലേക്ക് അങ്ങ് ഇടാം അരയ്ക്കാനായിട്ട്. ആദ്യം അമ്മ മെയിൻ ഇൻഗ്രീഡിയന്റ് അല്ല പഴമാണ് ചേർക്കണേ. മെയിൻ ഇൻഗ്രീഡിയന്റ് കുറച്ചല്ലേ ഉള്ളൂ. നമ്മൾ ഞാലിപ്പൂവനാ ചേർക്കണേ. ഞാനിപ്പോ ഈ രീതിയിൽ അങ്ങ് ചെയ്യണമെന്നുള്ളൂ. എനിക്ക് തോന്നിയ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങ് എടുത്ത് ആഡ് ചെയ്യണു അല്ലേ? നമ്മള് കുറച്ച് ചേഞ്ചസ് വരുത്തിയെന്ന് മാത്രം. ഐഡിയ തന്നത് ലിൻസിയാന്ന് മാത്രം. ഓക്കെ. റോബസ്റ്റ വേണമെങ്കിൽ ചേർക്കാം. റോബസ്റ്റ് ആയിരിക്കും ചിലപ്പോ ഇതിന് കൂടുതൽ. റോബസ്റ്റ് ഇവിടെ ഇരിപ്പില്ല കേട്ടോ. ഞാലിപ്പൂവിനും പാളയംകുടനും ഇരിപ്പുണ്ട്. അപ്പൊ പാളയംകുടനിലും നല്ലത് ഞാലിപ്പൂവൻ തന്നെ ആയിരിക്കും. ഇപ്പൊ ഞാലിപ്പൂവൻ. പിന്നെ നീ ഇനിയിപ്പൊ മെയിൻ താരം ചേർത്തില്ല എന്നതേ. മെയിൻ താരം മത്തങ്ങ വേവിച്ചിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് അങ്ങ് അരങ്ങി ചേർന്നോളൂ. മത്തങ്ങ പീസ്, ശർക്കര സ്വല്പം, ഒരു പൊടിക്ക് ശർക്കര. പിന്നെ മത്തങ്ങയാണ്. അതിനിപ്പോ എന്നാ മുട്ട, അതാണ് പ്രധാനം. കൈ ഇങ്ങനെ ഫ്ലേവർ തരുന്നത് മുട്ടയാണ്. എനിക്കിങ്ങനെ പൊട്ടിക്കാൻ ബുദ്ധിമുട്ട്. ഇതിന്റെ മെയിൻ ഫ്ലേവറും സോഫ്റ്റ്നെസ്സും തരുന്നത് മുട്ടയാണ്. ഇനി ഇച്ചിരി ഓട്സ്. മൈദയും ഇതിലും പകരമാണ് ഓട്സ് ആയിരിക്കുന്നത്. മൈദയ്ക്കും ഗോതമ്പ് പൊടിക്കും ഒക്കെ പകരം ഓട്സ്. അത് മതിയായിരിക്കും. മതി. ഒരുപാട് വേണ്ട. കുത്തു വരും എല്ലാത്തിന്റെയും ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ. പോലെ ചുടുവാന്നാ ഇവള് പറഞ്ഞത്. അതെ, കട്ടിയില്ല, മറച്ചും തിരിച്ചുവിട്ടില്ലേ. സിനമൺ പൗഡർ ഇച്ചിരി മതി. കാരണം നീ പറഞ്ഞ പോലെ ഭയങ്കര കുത്തല് വരും, മതിരിപ്പ് വരും. അതുകൊണ്ട് ഒരു പൊടിക്ക് മതി. ഇത് മതിയാവും. പോരെ? അത് മതി. മതിരിപ്പ് വരും ആ സാധനത്തിന്. അത് തന്നെയല്ല, അതിന്റെ കുത്തു വന്ന കൊള്ളൂല ഒന്നിന്റെ. പിന്നെ നമുക്കിത് അരയ്ക്കാനും ഇതിന്റെ സോഫ്റ്റ്നെസ് മൊത്തം ഇതിനായിട്ട് പാല്. ഇതൊന്നും നോക്കട്ടെ കേട്ടോ. നോക്കട്ടെ, കാണാമോ? അയ്യോ, പാലൊന്ന് ഒഴിച്ച് നോക്കട്ടെ കേട്ടോ. കുറച്ച് ഒഴിച്ച് നോക്കണതാ. വെള്ളം പോലെ ആയി പോകരുതല്ലോ. അത് പറ്റില്ല. മാവ് അപ്പം പോലെ ചുടാനുള്ള. മതിയായിരിക്കും. ഞാനൊന്ന് നോക്കട്ടെ. ഇത് ഇത്രയും വലിയ ബൗളിന്റെ ആവശ്യമില്ലായിരുന്നു കേട്ടോ. മീഡിയം ബൗൾ മതിയായിരുന്നതേ. ഇത് മതി, പാലിത് മതി തന്നെ ഉണ്ടെങ്കിൽ. അതാ ഞാൻ കുറച്ച് പാലെടുത്ത് വെച്ച്. വെള്ളം പോലെ ആവുകയാണെങ്കിൽ ഇച്ചിരി ഓട്സോടെ ചേർത്ത് ഒന്നോടെ അടിക്കാം കേട്ടോ. ഒന്ന് അടിച്ച് നോക്കട്ടെ ആദ്യം കേട്ടോ. ഓക്കെ, നമ്മൾ അരച്ചെടുത്തതേ. നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയത്. ഇനി അതിലേക്ക് തന്നെ ഒഴിച്ചോ. സോസ് പാൻ ഏതായാലും ഇതിനു വേണ്ടി എടുത്തതല്ലേ. കറക്റ്റ് പരുവം. അത് ഈ പരുവം തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. ആണോ? അത് അപ്പം പോലെ ആവുമ്പോ പിന്നെ ലിക്വിഡ് അധികം ആവരുത്. ഞാൻ ഒഴിച്ച് തീർക്കട്ടെ. കൈ മാറ്റി അല്ല, ഇത് മാറ്റി. മുട്ട ചേർത്തോണ്ട് വളരെ നല്ല സാധനം. മുട്ടയുടെ ഫ്ലേവർ എന്തായാലും കിട്ടും. മുട്ടയും പാലും. ഉപ്പ് ന്യൂട്രലൈസ് ചെയ്യാൻ ഇടണോ? ഒരു പൊടിക്ക് ഇട്ടാ മതി ന്യൂട്രലൈസ് ചെയ്യാൻ. മധുരമൊന്നും ഇല്ല. മതി. അത് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി മാത്രം. ഈ തരിങ്ങ് പോലെ കറുത്ത് ചെയ്ത് കിടക്കണ ഞാലിപ്പൂമ്പഴത്തിന്റെ അരിയാട്ടോ. വേറെ ഒന്നും ഒരു മാലിന്യവും കരടോ ഒന്നും അല്ല. പഴത്തിന് അരി ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ. ആ അരിയാണത്. ഇങ്ങനെ അരിയാതെ
അരയാതെ കിടക്കണതാണ്. പിന്നെ തവയിലൊരു സ്വല്പം നെയ്യ് ഒഴിച്ചേക്കാം അല്ലേ? അതെ. പേരിന്. പൊടിക്ക് പോരെ? പൊടിക്ക് നെയ്യ് ഒഴിച്ചാ മതി, ഇളകി പോരാൻ. വിട്ടു പോനോല്ലോ സംഭവം വിട്ടു പോനോല്ലോ. ഇനി അങ്ങ് സ്പ്രെഡ് ചെയ്താൽ മതി. ഇത്രയും നെയ്യേ ബ്രെഡ് മുരിക്കുമ്പോഴും ഇടാവുള്ളൂ. ചൂടായി. ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ടുണ്ടേ. നമുക്ക് തിക്കായിട്ട് അങ്ങ് ഒഴിക്കാം. 2 ഒരു തവി ഒഴിച്ചാൽ മതി. മതി. പരത്തണ്ടല്ലോ. വേണ്ട തന്നെ പരന്നു വന്നോളൂ അത്. അങ്ങനെ ആവശ്യത്തിനുള്ള പരപ്പ് അത്രയും മതിയാവും. ഇങ്ങനെ അങ്ങ് പരന്നു വരും, സ്വയം വന്നോളും. നമ്മളൊന്നും ചെയ്യണ്ട. വേണ്ട. മൂടി വെച്ചോ വേണമെങ്കിൽ. ഇത് കൊച്ചതാണല്ലോ മൂടി വെക്കാനാവും. സോസ്പാന്റെ അടപ്പ് തന്നെ എടുത്ത. ഈ സോസ്പാന്റെ അടപ്പ് തന്നെ നല്ല ടെക്നിക്കാ. സിമ്മിലാണോ ഇട്ടേക്കണേ? അല്ല, സിമ്മിലിട്ടോ? സിമ്മിലിടാം. കാരണം എന്താന്ന് വെച്ചാൽ ഒന്നങ്ങേ ആയിക്കോട്ടെ. എന്നിട്ട് സിമ്മിൽ തിക്നെസ് ഉണ്ടല്ലോ, ഉള്ളു വേവില്ല, തിക്നെസ് ഉണ്ടല്ലോ. അതുകൊണ്ടാ ഇതൊന്ന് ഇടയ്ക്ക് തുറക്കേണ്ടി വരും, ഒരു സാധനം ഒന്ന് വെക്കാൻ. അന്നേരം നമുക്ക് സിമ്മിലേക്ക് ആക്കാം കേട്ടോ. ഗാർണിഷ് ചെയ്യാം. ഇത് ഗാർണിഷിങ് മാത്രമാണ് കേട്ടോ, ഒരു ഭംഗിക്ക്. ഇച്ചിരി വെന്ത് കഴിഞ്ഞാ എന്നാലും താന്നു പോകുന്നൊന്നും എനിക്കറിയില്ല. താന്നു പോകാൻ വഴിയില്ല. അതുപോരെ? മതി. ഇനി നമുക്ക് മൂടി സിമ്മിലാക്കിയതേ. ഫ്ലെയിം കുറച്ചിട്ടുണ്ട്. അത് അവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. അടക്കട്ടെ. സോസറിൽ എടുക്കാം, എന്നാലേ കാണാൻ ഭംഗിയുള്ളൂ. അപ്പൊ അതേ മറിക്കാൻ പോവാ കേട്ടോ. നോൺ സ്റ്റിക്കുമാണ്. പിന്നെ നമ്മൾ ഇച്ചിരി നെയ്യ് ചേർത്തിട്ടില്ലേ? മുരിഞ്ഞു. ഇങ്ങനെയാ മുരിയേണ്ടത്. ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. വേണ്ട, അതല്ല, അത് ഒട്ടിപ്പിടിക്കും. അവിടെ തന്നെ വെള്ളമായിട്ടിരിക്കുക. അടുത്തത് ചെയ്യുമ്പോൾ അതിപ്പോൾ ഇങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല. അടുത്തത് ചെയ്യുമ്പോൾ തിരിക്കുമ്പോൾ ശരിയാക്കുക. അത് ഇട്ടപ്പോൾ ഇങ്ങനെ അങ്ങ് വന്നു പോലെ. അപ്പോൾ ഫ്ലെയിമിൻ്റെ അങ്ങോട്ട് നീക്കി ഇത് വെച്ചാൽ മതി. ഇപ്പം തവയിൽ ഷേപ്പ് ഇതായില്ലെന്നല്ലേ ഉള്ളൂ. അത് കുഴപ്പമില്ല. സാധനം വേവട്ടെ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ആ ഭാഗവും മുരിഞ്ഞു വന്ന. അതാണ് നല്ലത് അല്ലേ? ഇനി ആ ഭാഗം മുരിയാൻ മൂടണമെന്നില്ലായിരിക്കും. വേണമെങ്കിൽ ഒന്ന് മൂടിയേക്കാം. അപ്പം നമുക്ക് മറ്റേ ഭാഗവും ഇങ്ങനെ ആയെന്നുള്ള പ്രതീക്ഷയിൽ അങ്ങ് മറിക്കാം. ഒരു കാര്യം ചെയ്യാം. അതായിരിക്കും അമ്മയ്ക്ക് പറ്റിയത്. അല്ലാതെയും പറ്റുമൊക്കെ ചെയ്യാം. എന്നെ അങ്ങനെ പൂച്ചിക്കല്ലേ? അതാണ് കറക്റ്റ്. നീ അടുത്തതും കൂടെ ചൂടാം. 2 ഉള്ളതേ ഉള്ളൂ കേട്ടോ. മതി, പരീക്ഷണത്തിന് ചുട്ടതല്ലേ. കറക്റ്റായി. ഇട്ടേക്കട്ടെ. എന്നിട്ട് ഇതേ ടേബിളെ കൊണ്ടുപോയി വെച്ച് അപ്പയ്ക്ക് ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ. അപ്പയ്ക്ക് ഇഷ്ടപ്പെടും. കഴിക്കട്ടോ. ഓക്കെ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പാൻ കേക്ക് ട്രൈ ചെയ്യാൻ പോണേ കേട്ടോ. പല പാൻ കേക്ക്സും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. എഗ്ലെസ് പാൻ കേക്ക് ട്രൈ ചെയ്തിട്ടുണ്ട്, എഗ്ഗുള്ള പാൻ കേക്ക് ട്രൈ ചെയ്തിട്ടുണ്ട്, പിന്നെ വേറെ കുറേ ടൈപ്പൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു മോഡൽ പാൻ കേക്ക് ഇത് ആദ്യമാണ് ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വളരെ ഇഷ്ടമാണ് കേട്ടോ. എന്തായാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞതല്ലേ, മോശം വരില്ല എന്നറിയാം. നോക്കട്ടെ കേട്ടോ, രുചി എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഇറ്റ്സ് വെരി യമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ടു സോഫ്റ്റ്. കുറച്ച് മധുരത്തിൻ്റെ ഒരു കുറവുണ്ട്. ഇത്രയും കൂടി മധുരം ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. ഹണി ടോപ്പ് ചെയ്താലും മതി. ഇത്ര എക്സലൻറ്റ് പാൻ കേക്ക് ആയിരിക്കും ഇതെന്ന് ഞാൻ ഒരിക്കലും എൻ്റെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. മത്തങ്ങ കൊണ്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം സോ ഫാർ എനിക്ക് മത്തങ്ങ സൂപ്പാണ് ഫസ്റ്റ് പ്രിഫറൻസ്. എനിക്ക് തോന്നണം അതുപോലെ തന്നെ ഈക്വലി പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ മത്തങ്ങ പാൻ കേക്ക് എന്ന് എനിക്ക് തോന്നുന്നു. ആദ്യം ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനിത് ഭയങ്കര നല്ലതായിരിക്കുമോ അങ്ങനെയുള്ളൊരു സംശയമൊക്കെയാണ് വന്നത്. പക്ഷെ തീർച്ചയായിട്ടും ഇതൊരു സൂപ്പർ ഡിഷ് തന്നെയാണ്. അപ്പോൾ അത് പറഞ്ഞു തന്ന ലിൻസി എന്ന് പറഞ്ഞ നമ്മളുടെ സബ്സ്ക്രൈബർക്ക് ഒരു പ്രത്യേകം താങ്ക്സ്. ഇത്രയും നല്ലൊരു വിഭവം പരിചയപ്പെടുത്തി തന്നതിന് കേട്ടോ. വളരെ ഇഷ്ടമായി. മത്തങ്ങയുടെ കുത്തൊന്നുമില്ല. മത്തങ്ങയാണ് ഇതിൽ ചേർത്തതെന്ന് പോലും നമുക്ക് അങ്ങനെ തോന്നൂല കേട്ടോ. അടിപൊളി. അപ്പം ഇച്ചിരി കഴിച്ചോ, അപ്പം ഇഷ്ടപ്പെടും. മത്തങ്ങ അപ്പം ഇച്ചിരി കൊടുക്കാം. എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാലോ. ദേ മത്തങ്ങ മധുരാണോ? പാൻ കേക്ക് അത്
മധുരമുള്ള സാധന. എങ്ങനെയുണ്ട്? അപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടെന്നാ പറഞ്ഞ്. ഒട്ടും മത്തങ്ങയാന്ന് നമുക്ക് പറയില്ല കേട്ടോ, അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഇച്ചിരി ബാലൻസ് ഇരുന്ന് ആ മാവ് ഒരു 1/4 സ്പൂണ് തവി ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാനൊന്ന് ചുട്ട് നോക്കിയതാ. അല്ല, ഞാൻ അത് ചുട്ടേച്ച് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. എനിക്ക് ഈ മത്തങ്ങ അധികം താല്പര്യമില്ലാത്ത ആളാണ്, അതുകൊണ്ട് എരിശ്ശേരിയൊക്കെ ഇഷ്ടമുള്ളൂ. അപ്പം ഞാനൊന്ന് കഴിച്ചു നോക്കാം. നല്ല രുചിയുണ്ട്. മത്തങ്ങ എന്ന് പറയൂല, അത് അളവ് കുറച്ച് മത്തങ്ങ എടുത്തോണ്ടായിരിക്കും, കുത്തലൊന്നുമില്ല. ഇല്ല. വളരെ രുചിയുണ്ട്, ഒരു പ്രത്യേക രുചിയാണ്. ഇങ്ങനത്തെ ഒരു പാൻ കേക്ക് പറഞ്ഞു തന്ന നമ്മുടെ ലിൻസി ജോർജ്, ഏജ് എന്താണെന്ന് അറിയില്ലാത്തതുകൊണ്ട് ആ പേരങ്ങ് അനൗൺസ് ചെയ്യുവാണ്. അതിന് പ്രത്യേക ഒരു താങ്ക്സ് പറയണു. പിന്നെ മേരി KJ പറഞ്ഞിട്ടുണ്ടായിരുന്നു മത്തങ്ങ പായസം ഇഷ്ടമാണ്. നമ്മൾ ഇവിടെ നിന്നോ കഴിച്ചിട്ടുണ്ട് മത്തങ്ങ പായസം, അതിനോട് ഇവിടെ വലിയ താല്പര്യം ഇല്ല. ഇത് ഏതായാലും എനിവേ നല്ല റെസിപ്പിയാണ്. ഓക്കെ.